കേരള സംസ്ഥാനത്തിൻ്റെ 2026-27 പുതുക്കിയ ബജറ്റ് ഞാൻ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. UDF സർക്കാരിൻ്റെ ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ദിശ സൂചികയായിരിക്കും. വ്യക്തവും നിർണായകവുമായ ജനവിധിയോടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ പൊതുജനാരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ മേഖലകൾ എന്നിവ സമീപകാലത്ത് കടുത്ത വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നേരിടുകയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ വികസന സൂചികകൾ കുറച്ചു വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലാണ്. കൂടാതെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ ഒരാശങ്കയായി നിലകൊള്ളുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും പിന്നോക്കാവസ്ഥയിലുള്ളവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് സാമൂഹ്യനീതിയോട് കൂടിയ സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടു കൂടിയ ആധുനിക അടിസ്ഥാന സൗകര്യ വികസനവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തീർപ്പാകാതെയുള്ള പ്രതിബദ്ധതകളും സാമ്പത്തിക ബാധ്യതകളും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിൻ്റെ നിലവിലെ യഥാർത്ഥ ധനസ്ഥിതിയെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിനും സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ സാമ്പത്തിക വീണ്ടെടുക്കൽ തന്ത്രത്തിന് അടിത്തറയിടുന്നതിനുമാണ് ധവളപത്രം ജനങ്ങൾക്ക് മുൻപാകെ ഈ സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ 5.07 ലക്ഷം കോടി രൂപയുടെ ആകെ കടബാധ്യത, മൊത്തം റവന്യൂ വരുമാനത്തിൻ്റെ 77% വരുന്ന ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയടങ്ങുന്ന നിർബന്ധിത ചെലവുകൾ, റവന്യൂ വരുമാനത്തിൻ്റെ 20.9% വരുന്ന പലിശ അടവുകൾ എന്നീ വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് കേരളം നേരിടുന്നത്. സംസ്ഥാനത്തിൻ്റെ മൂലധന ചെലവ് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 1.3%. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നാണ്. 2015-16 കേരളത്തിൻ്റെ തനത് നികുതി വരുമാനം GSTPയുടെ 6.94%. ഇത് പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാൾ 6.35%-5%, 0.59% മുകളിലായിരുന്നു 15-16. 2025-26 GSTPയുടെ 6.41% നിൽക്കുന്ന കേരളത്തിൻ്റെ തനതു വരുമാനം ഇപ്പോൾ സമാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 6.84%-നും പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 7%-നും ദേശീയ ശരാശരിയായ 7.14%-നും താഴെയാകുകയും ചെയ്തു. 2026 ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ തെറ്റായ അനുമാനത്തിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,137.69 കോടി രൂപ, മറ്റു ഗ്രാൻറ്റുകൾ, കേന്ദ്ര നികുതി വിഹിതം എന്നീ ഇനങ്ങളിലായി ആകെ 20,500 കോടി രൂപ അധികമായാണ് കഴിഞ്ഞ സർക്കാർ കണക്കാക്കിയിരുന്നത്. ഇക്കാരണത്താൽ ഈ സർക്കാർ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, മറ്റു ഗ്രാൻറ്റുകൾ, കേന്ദ്ര നികുതി വിഹിതം എന്നീ ഇനങ്ങളിലായി ആകെ 20,500 കോടി രൂപയുടെ കുറവുണ്ടാകുകയാണ്. പ്രതീക്ഷിത വരുമാനത്തിലുണ്ടായിട്ടുള്ള ഈ ഗണ്യമായ കുറവ് കണക്കിലെടുക്കാതെയാണ് പദ്ധതി അടങ്കൽ 35,750 കോടി രൂപയായി മുൻ സർക്കാർ നിശ്ചയിച്ചിരുന്നത്. ഈ കുറവ് കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥ പദ്ധതി അടങ്കലിൽ ആനുപാതികമായ കുറവുണ്ടാവും. കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളിൽ ക്ഷാമബത്ത കുടിശ്ശിക ഇനത്തിൽ 21,670 കോടി രൂപയും, ക്ഷാമാശ്വാസ കുടിശ്ശിക ഇനത്തിൽ 14,387 കോടി രൂപയും, ബിൽ ഡിസ്കൗണ്ടിംഗ് വഴി ബാങ്കുകൾക്കും കരാറുകാർക്കുമായി നൽകാനുള്ള 3,431 കോടി രൂപയും, മാറ്റിവെക്കപ്പെട്ട 9,245 കോടി രൂപയുടെ മറ്റു ബാധ്യതകളും, കിഫ്ബിയുടെ 21,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവിൻ്റെ ബാധ്യതയും ധവളപത്രപ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പെൻഷൻ കമ്പനിയുടെ 17,279 കോടി രൂപയുടെ ബാധ്യതയും ചേർത്ത് 2026 മാർച്ച് 31 വരെ ആകെ 87,012 കോടി രൂപയാണ് ഈ സർക്കാരിന് നൽകേണ്ടി വരുന്നത്. ഇതിനു പുറമെ ഏകദേശം 35,000 കോടി രൂപ ചെലവ് വരുന്ന കിഫ്ബിയുടെ പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതിൻ്റെ ബാധ്യതയും ഈ സർക്കാരിൻ്റെ ചുമലിലാണ്. സർക്കാർ എടുത്ത വായ്പയുടെ പലിശ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് കിഫ്ബി ഓഫ് ബജറ്റ് ബോറോയിങ് വായ്പ എടുക്കുന്നത്. ഇത് സംസ്ഥാനത്തിൻ്റെ വായ്പയും കടബാധ്യതയും അനുവദനീയമായ പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട്.
ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കിഫ്ബിയുടെ നിലവിലെ പ്രവർത്തന രീതി സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. 1/7/2024 മുതൽ നടപ്പിലാക്കേണ്ട ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ ഇതിലും കൂടുതൽ ബാധ്യത ഈ സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വരും. പദ്ധതി അടങ്കൽ വർദ്ധിപ്പിക്കാതെ പദ്ധതി ചെലവ് പെരുപ്പിച്ച് കാണിക്കാൻ കഴിഞ്ഞ സർക്കാർ യഥാർത്ഥ പദ്ധതി കണക്കുകളിൽ കിഫ്ബിയുടെയും ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കണക്കുകൾ ബജറ്റ് എസ്റ്റിമേറ്റിൽ ചേർക്കാതെ പദ്ധതി ചെലവിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഈ തെറ്റായ പ്രവണത പദ്ധതി ചെലവിൻ്റെ യഥാർത്ഥ വസ്തുത പ്രതിഫലിപ്പിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും സ്വതവേ ദുർബലമായ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷം ഉളവാക്കിയിട്ടുള്ള അനിശ്ചിതത്വം മൂലം പ്രവാസി പണത്തിൽ റെമിറ്റൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറവും എണ്ണവിലയിലെ മാറ്റങ്ങൾ സൃഷ്ടിച്ച പണപ്പെരുപ്പവും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെയും മേൽ പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിലാണ് ഈ സർക്കാരിൻ്റെ പ്രഥമ ബജറ്റ് ഞാൻ അവതരിപ്പിക്കുന്നത്. സർ, ഇത്തരം കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ഈ സർക്കാർ പ്രഖ്യാപിച്ച 6 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര, വയോജന ക്ഷേമ വകുപ്പ് രൂപീകരണം എന്നിവ സർക്കാർ ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ഹെൽപ്പർമാർ എന്നീ വിഭാഗങ്ങളുടെ ഓണറേറിയവും പാചക തൊഴിലാളികളുടെ വേതനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തെ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാക്കി ഉയർത്തുകയാണ് സർക്കാരിൻ്റെ പ്രാഥമിക ലക്ഷ്യം. സർ, സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയിൽ ഘടനാപരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെമോഗ്രാഫിക് ചേഞ്ചസ് ആണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻ്റായി മാറിയിരിക്കുന്ന യുവാക്കളുടെ എണ്ണം സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയിൽ കുറഞ്ഞു വരികയാണ്. ഇതുകൂടാതെ യുവാക്കൾ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട്. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റം സംബന്ധിച്ച് ഒരു സമഗ്രമായ പഠനം അനിവാര്യമാണ്. സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്ന യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരവും നൽകിക്കൊണ്ട് അവരെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ പങ്കാളികളാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ജനസംഖ്യ ആനുപാതികമായി വർദ്ധിച്ചു വരുന്ന വയോജനങ്ങൾക്ക് സംസ്ഥാനത്ത് ആവശ്യമായ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം അവരുടെ കഴിവും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടൊരു സിൽവർ ഇക്കോണമിയും സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായ പരാധീനതകളും ഘടനാപരമായ മാറ്റങ്ങളും പരമ്പരാഗത മാർഗങ്ങളിൽ കൂടി മാത്രം പരിഹരിക്കാൻ സാധിക്കുകയില്ല. ആധുനികവും നൂതനവുമായ മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് വിവിധ മേഖലകളിൽ വൻകിട നിക്ഷേപം ആകർഷിച്ച് ഖജനാവിൽ പണം സമാഹരിച്ചുകൊണ്ട് ആ സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഉറപ്പാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്വപ്ന പദ്ധതികളെക്കുറിച്ചാണ് ഞാനിനി വ്യക്തമാക്കാൻ പോകുന്നത്.